എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ഷെരീഫിനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഷെരീഫിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നോ, കേസ് എന്തായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഷെരീഫിനെ കണ്ടു. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കേട്ടോ. അന്ന് ഞാൻ ടൗണിൽ പോയപ്പോൾ ഷെരീഫിനെയും ഷെരീഫിൻ്റെ ഉമ്മാനെയും വൈഫിനെയും അവരുടെ കുടുംബത്തിൻ്റെ എല്ലാവരെയും കണ്ടു. അവരോട് ഞാൻ സംസാരിച്ച് അവൻ കണ്ട് ചിരിച്ച് അവനോട് നമ്മൾ സംസാരിച്ചു. ആരിനോടും ഈ റംലാൻ മാസത്തിൽ എന്നല്ല, ശത്രുത വെച്ച് നമ്മളെ നോമ്പ് നോക്കുക. അപ്പോൾ ചോദിക്കും നിൻ്റെ ഉമ്മാനോട് നീ പൊരുത്തം ചോദിച്ചോന്ന്. ഞാൻ ഉമ്മാനോട് പോയി പൊരുത്തം, ഞാൻ എൻ്റെ കടമ ഞാൻ ചോദിച്ചു. പൊരുത്തം തരേണ്ടതും തരാത്തതും ഉമ്മയാണ്. അപ്പോൾ അത് ഞാൻ അതേപോലെ തന്നെ എനിക്ക് മനസ്സാലെ അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ റമദാൻ മാസമൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യം തന്നെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ നല്ല ചൂടും ഇതൊക്കെയാണ്, അപ്പോൾ നോമ്പിൻ്റെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും മനസ്സും ശരീരവും എല്ലാം നല്ലതായിട്ട് ആവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശത്രുതയും ഇതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക. അതുപോലെ അറിഞ്ഞും അറിയാതെയും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ആ തെറ്റുകളെല്ലാം പൊറുക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ഈ ഒരു മാസം എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ. ഈ ഒരു റമദാൻ മാസം എല്ലാവർക്കും നല്ലൊരു മനസ്സിനും കണ്ണിനും ശരീരത്തിനും എല്ലാം നല്ലൊരു കുളിർമയേകുന്ന നല്ലൊരു മനസ്സാകട്ടെ, അല്ലെങ്കിൽ നല്ലൊരു സമാധാനപരമായിട്ടുള്ളൊരു മാസമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഷാജിയുടെ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഷാജി പറഞ്ഞതുപോലെ തന്നെ ഷെരീഫുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാണ്, നമ്മളൊരാളോട് പൊരുത്തപ്പെടലിന് തേടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഉള്ള റെസ്പോണ്ട് എന്താണെങ്കിലും നമുക്കത് അറിയേണ്ട കാര്യമില്ല. റബ്ബ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ടായിരുന്നു. അതിലും പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് പൊറുക്കണോട്ടോ, മാപ്പ് ചോദിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അപ്പുറത്തുള്ള ആ വ്യക്തി നമ്മളോട് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അവരും പടച്ചോനും തമ്മിലായി ആ ഒരു ഇത്, നമ്മളും പടച്ചോനും തമ്മിലുള്ള ആ ഒരു ഇത് തീർന്നു. നമ്മൾ അയാളോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അയാൾക്ക് നമുക്ക് പൊരുത്തം തരാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളോട് മിണ്ടാനോ നമ്മുടെ അടുത്ത് തുടർന്ന് നമ്മുടെ അടുത്ത് ഇതായിട്ട് നല്ലതായിട്ട് പോകാനോ ആ വ്യക്തിക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മൾ പിന്നെ കാല് പിടിക്കേണ്ട കാര്യം, നമ്മൾ അയാളോട് തൂങ്ങിക്കിടക്കേണ്ട കാര്യം ഒന്നുമില്ല. ഇപ്പോൾ ഷാജി പറഞ്ഞതിനോട് ഞാനിപ്പോൾ ന്യായീകരിക്കില്ല. ഷാജി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര തെറ്റ് ചെയ്താലും, എത്ര ഒരു വേശ്യയായിട്ടുള്ളൊരു സ്ത്രീയാണെങ്കിൽ പോലും, അതുപോലെ തന്നെ കള്ളുകുടിയനാണെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും റബ്ബിനോട് മാപ്പ് തൗബ ചെയ്താൽ റബ്ബ് പൊറുക്കും. റബ്ബ് തന്നെ പൊറുക്കുമെങ്കിൽ എന്തിന് മനുഷ്യന് പുറത്തുകൂടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഷാജിക്ക് പുറത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉമ്മാനോട് പുള്ളിക്കാരി പോയ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പൊറുക്കലിന് ചോദിച്ചിട്ടുണ്ട്. അവർ ഉമ്മ കൊടുക്കാത്തത് അവരുടെ ഇഷ്ടം. എന്തായാലും പുള്ളിക്കാരി ഷെരീഫിനെ കണ്ടു, ഷെരീഫുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും റാഹത്താവട്ടെ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും അതൊന്നും ഇല്ലാതിരിക്കട്ടെ. നമ്മൾ ഒരാളെ ദ്രോഹിക്കുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് എന്തിനാ വെറുതെ അല്ലേ? നമ്മൾ എല്ലാവരും നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക, പടച്ചവനോട് ദുആ ചെയ്യുക. നമ്മൾ ഏറി വന്ന 60 വർഷം അല്ലെങ്കിൽ 70 വർഷം അതുപോലും ഉണ്ടാവുമോ എന്നറിയില്ല. ഇന്ന് കണ്ടവർ നാളെ കാണാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ആരോടും ശത്രുതയും ഇതൊന്നും വെക്കാതിരിക്കുക. പിന്നെ തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടാവില്ല നമ്മുടെ അടുത്ത്. ഒരാളുടെ അതപ്പതിനെ കാണാൻ വേണ്ടി ശത്രുത വെക്കുന്ന ആളുകളുണ്ട്. അവരോട് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പടച്ചവനോട് ദുആ ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തായാലും ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് വരാം. എന്തായാലും ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അതുകൊണ്ട് നമ്മളെ ഇപ്പോൾ ഒരുപാട് വിഷയമായ പ്രശ്നങ്ങളായത് നമ്മളെ ഷെരീഫിനെ കൊണ്ടും ഷെരീഫിൻ്റെ വീട്ടിൽ പോയത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതും ഞാൻ അങ്ങോട്ട് തീർത്തു. ഞാനും ഷെരീഫിനായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരാളായിട്ട് ഒരു ശത്രുത എനിക്കില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ 5 മക്കളും മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രഷർ കാര്യങ്ങൾ, ഡിപ്രഷൻ, മരുന്നുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ തലയിൽ വന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ ടെൻഷനിൽ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും അങ്ങനെ തോന്നുള്ളൂ. പിന്നെ കാണുന്നതെന്നും എല്ലാം സത്യം അല്ലെങ്കിൽ എല്ലാം ശരി എന്ന് പറഞ്ഞിട്ട് എടുക്കരുത്. ഞാൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ടുള്ളത് ലൈവ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷെരീഫിനെ കണ്ടപ്പോൾ ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് തീർന്നു. നമ്മളിന്ന് ഷെരീഫിനെ കാണും, അവരുടെ കുടുംബത്തിനെ കണ്ടു, സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊരുത്തം ചോദിച്ചു, നമ്മളെ പൊരുത്തപ്പെടിച്ചു. എന്താ പറയുക, ഈ ദുനിയാവിൽ ആരും നിരന്തരമല്ല, ഞാനും നിരന്തരമല്ല, നിങ്ങളും നിരന്തരമല്ല. എല്ലാം നമ്മുടെ അവിടെ ഈ ദുനിയാവിൽ നമ്മൾ വെറും എന്താ പറയുക അതിഥികൾ മാത്രമാണ്. അങ്ങോട്ട് നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ ആഖിറമാണ് നമ്മുടെ എല്ലാം.
ഞാൻ എന്താണ് പറയുക എൻ്റെതായ ഒരു രീതിയിൽ അല്ലെങ്കിൽ എൻ്റെതായ ഒരു ഇതിലൊക്കെ ജീവിച്ച അങ്ങനെ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് ജീവിച്ചെന്നല്ല. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എന്താ പറയുക എൻ്റെ മക്കളെ വിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെയുള്ള ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്നെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു തുണയില്ലാണ്ട് ജീവിക്കുന്ന. പുള്ളിക്കാരി പറയുന്നത് ശരിയാണ്. ഭർത്താവ് മരിച്ച ഒരു ഇതാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിയാണ്. പുള്ളിക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പുള്ളിക്കാരി കൊന്നു എന്ന് വരെ പറഞ്ഞത് ഉണ്ട്. പല വീഡിയോകളിലും അങ്ങനെയാണ് വന്നത്. പുള്ളിക്കാരൻ്റെ ഓരോ അവിഹിതങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ ഉള്ള വീഡിയോകൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും എത്രമാത്രം ജെന്യൂൻ ആണെന്നുള്ളത് അറിയില്ല. പുള്ളിക്കാരി ഇപ്പോൾ എന്തായാലും എല്ലാവരോടും പൊരുത്തം ചോദിച്ച് എല്ലാം ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇതുകൊണ്ട്, ഈ റമദാൻ മാസത്തിലെ ഒരു ഇതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ശരിയാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. എന്തായാലും ഷെരീഫുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനിയിപ്പോൾ എന്താണ് ഈ രീതിയിൽ തന്നെ പുള്ളിക്കാരിക്ക് പോവുകയാണെങ്കിൽ നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടാവും. പുള്ളിക്കാരി നല്ല രീതിയിൽ പോകുന്ന സമയത്ത് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിക്കാരുടെ പോക്കും ശരിയായിട്ട് അല്ലായിരുന്നു. നാഷ്കർ അലി ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ പല അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം. ഇപ്പോൾ എവിടെ പോയി ആ അഹങ്കാരം എല്ലാം തീർന്നില്ല. എത്രയുള്ളൂ മനുഷ്യരുടെ അവസ്ഥ. നമ്മൾ ഭൂമിയിൽ നമുക്ക് ഇത്ര നാളേ ഉള്ളൂ. ആ ഒരു നാളിൽ ഇത്ര നാൾക്ക് വേണ്ടി നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ആളുകളുമായിട്ട് ശത്രുതയും അതുപോലെ എന്തെല്ലാം നമ്മൾ കാണിച്ചു കൂട്ടുന്നില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ എന്തിനാണോ ഭൂമിയിലോട്ട് വന്ന് എല്ലാവരോടും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ചൊറിയാൻ വന്ന് നമ്മളത് കേട്ടിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പ്രതികരിക്കുക തന്നെ ചെയ്യുക. എന്തായാലും ഈ ഒരു മാസത്തിൽ എല്ലാം പൊരുത്തപ്പെട്ട് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്ന് തന്നെ ആണ് എനിക്കും പറയാനുള്ളത്. അതുപോലെ എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഞാനും എല്ലാവരോടും പൊരുത്തപ്പെടലും തേടുകയാണ്. എന്തായാലും നല്ലൊരു മാസം എല്ലാവർക്കും ആവട്ടെ. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാനും പോയിട്ടില്ല. ഇങ്ങോട്ട് എന്നെ ദ്രോഹിക്കാൻ വന്നിട്ടുള്ളൂ. ആരോടും ഞാൻ അങ്ങോട്ട് ഒരു തരത്തിലും ഞാൻ അങ്ങോട്ട് ആരെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും ഇതുവരെ പോയിട്ടില്ല. ഇനിയും അങ്ങനെ പോവാതിരിക്കാൻ പറ്റട്ടെ എന്നാണ് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷാജിയായിട്ടുള്ള അതും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.